അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ 4 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എടുത്തു പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് നമ്മൾ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഇനിയുള്ളത് എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു ആറ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ഷെല്ലിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലേ, പോസിറ്റീവ് ചാർജുള്ള ഒരാൾ നെഗറ്റീവ് ചാർജുള്ള ഒരാളുമായിട്ട് എന്തായിരിക്കും? ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നല്ല അട്രാക്ഷൻ ആയിരിക്കും. ഈ ന്യൂക്ലിയസ് ഇവനെങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, നല്ല ഇഷ്ടത്തിലാണ് ഇവന്മാർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഈ ഒരു ഇലക്ട്രോണിനെ ഇവിടുന്ന് എടുത്ത് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കണം, പുറത്ത് കളയണം ഇലക്ട്രോൺസിനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വെറുതെ അങ്ങ് എടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. ഈ ചങ്ങാതിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, നല്ല സ്നേഹത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വെറുതെ അങ്ങ് എടുത്ത് കൊണ്ടുപോകാൻ ആരും സമ്മതിക്കില്ല, നമ്മുടെ ന്യൂക്ലിയസ് സമ്മതിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓർ വി ഹാവ് ടു ഡു സം വർക്ക് അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ നമുക്ക് കുറച്ച് എനർജിയൊക്കെ കൊടുത്താലേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നിന്ന് വിട്ടു തരത്തുള്ളൂ. മനസ്സിലായോ? എനിക്ക് ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇയാൾക്ക് ഈ ആറ്റത്തിലേക്ക് എനർജി പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു അട്രാക്ഷൻ എനിക്ക് ബ്രേക്ക് ചെയ്തിട്ട്, ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചങ്ങാതിനെ എടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഞാൻ ഈ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവാം. എന്താ ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ടേം ഓർമ്മയുണ്ടോ? അറിയോ? ഓക്കെ, ഒരു ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആറ്റത്തിൻ്റെ കേസിൽ ആറ്റം എന്ന് പറഞ്ഞത് വളരെ ചെറിയ ആളല്ലേ അല്ലേ? ആ വളരെ ചെറിയ ആൾക്ക് നമ്മൾ ആറ്റത്തിൻ്റെ സൈസ് പറഞ്ഞിരുന്നു, അപ്രോക്സിമേറ്റ്ലി 1.2 × 10⁻⁻10 മീറ്റേഴ്സ് ഓർ 1.2 ആങ്സ്ട്രോം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പം അത്രയും ചെറിയ ആൾക്ക് കേസിൽ ഇത് ഞാൻ 10⁻⁻10 പറയുന്നത് സൈസ്. അപ്പോൾ ഇയാൾക്ക് ഞാൻ ഒരു 2 സെൻറ്റിമീറ്റർ ഇലക്ട്രോണിനെ മാറ്റി വെച്ചാലോ? ഇതെൻ്റെ ആറ്റമാണെന്ന് കരുതുക. ഇവിടെ നിന്ന് ഞാനൊരു 2 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഇലക്ട്രോണിന് വെക്കാമെന്ന് പറയുമ്പം ആ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിലും അത് ആരെപ്പോലെയാണ്? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിനെ പോലെയല്ലേ ഉണ്ടാവുക. കാരണം അത്രയും ചെറുതാണ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഡിസ്റ്റൻസിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും എന്താണ് അതിൻ്റെ മീനിങ് വരിക? ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള മീനിങ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഷെല്ലിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. എങ്ങോട്ട്? ഇൻഫിനിറ്റിയിലേക്ക്. അവരുടെ അങ്ങനെ വെച്ചോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ആറ്റത്തിലേക്ക് കുറച്ച് എനർജി ഞാൻ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം, എനർജി ഇതിലേക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ തമ്മിലുള്ള ഈ ഒരു അട്രാക്ഷൻ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം മാത്രമേ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജി. ഓക്കെ, അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജി, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് an electron from the valence shell of an isolated neutral gaseous atom to infinity. Ready അല്ലേ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. The amount of energy required to remove an electron from the valence shell of an isolated neutral gaseous atom to the infinity. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളില്ലേ, ഐസൊലേറ്റഡ് ഒരു പോയിന്റ്, മറ്റൊന്ന് ന്യൂട്രൽ ആയിരിക്കണം, പിന്നെ ഒന്ന് ഏതാ? ഗ്യാഷ്യസ് ആയിരിക്കണം. എന്തിനാ അപ്പോൾ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിളായിട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റം ആയിരിക്കണം. അപ്പോൾ എന്താ ഇവിടെ സോളിഡ് ആക്കാൻ എന്താ? സോളിഡ് ആക്കിയാൽ പറ്റുമോ? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം? ക്ലോസ്ലി, ഹൈലി അല്ലെങ്കിൽ അത്രയും ക്ലോസ് പാക്കിങ്ങിലുള്ള ആൾക്കാരാണ് സോളിഡ്. അപ്പോൾ സോളിഡ് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുമോ?
ഇല്ല. കുറേ ഒട്ടിപ്പിടിച്ച ആൾക്കാരുണ്ടാവുക, അപ്പോൾ പറ്റുമോ? ഇല്ല. അപ്പം ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ കിട്ടുള്ളൂ? ഗ്യാസസിലേ കിട്ടുള്ളൂ. നമുക്കറിയാം ആറ്റങ്ങൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസിലേക്ക് ഉണ്ടാവുക, ഒരു ഫ്രീലി മൂവിങ് ആണല്ലേ ആറ്റംസ്. ഓക്കെ, ദെൻ ന്യൂട്രൽ ആയിരിക്കണം, അതൊരു പോയിന്റ്. അപ്പോൾ ഈ 3 പോയിന്റ് ഡെഫിനേഷനിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. എന്താണെന്ന് നോക്കിയേ. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റം ടു ഇൻഫിനിറ്റി. മനസ്സിലായോ? ദിസ് ഇസ് ദ ഡെഫിനിഷൻ. അതങ്ങനെ കുറച്ച് സമയം പറഞ്ഞാൽ എന്ത് ചെയ്യും? കാണാതെ പഠിച്ചു വയ്ക്കാം. നമുക്ക് എന്താണ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്വയം ഉണ്ടാക്കിയെടുക്കാം ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ സിമ്പിൾ നോക്കിക്കുക നിങ്ങൾ. ഡെൽറ്റ എച്ച് ഐ, ഡെൽറ്റ എച്ച് ഐ അല്ലെങ്കിൽ ഡെൽറ്റ ഐ എച്ച്, 2 രൂപത്തിലും വായിക്കുന്നത് കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എച്ച് ഐ, ഇതിനാണ് നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഡെൽറ്റ എച്ച് ഐ ഓർ ഡെൽറ്റ ഐ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓർ എനർജി ചേഞ്ച്. ഈ ഒരു എൻതാൽപ്പി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് പുതിയതാണ് എന്നുണ്ടെങ്കിൽ, എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. എന്താ പറഞ്ഞത്? എൻതാൽപ്പി ഈസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തെ, ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിതിന് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ. മനസ്സിലായോ? ഡെൽറ്റ എച്ച് ഐ. ഞാൻ ഡെൽറ്റ എച്ച് പറഞ്ഞല്ലോ. ഈ ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് കണ്ടൻറ്റ് നമ്മൾ 2 കേസിൽ പറയും. അത് പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, എപ്പോഴാണ് പോസിറ്റീവ് ആകുക? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എപ്പോഴാണ് പോസിറ്റീവ് ആകുക? അത് എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ്. എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുക. റെഡിയാണോ? ഓക്കെ, ഇനി ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുമ്പോഴാണ് അത് എനർജി റിലീസ് ചെയ്യുമ്പോഴാണ്. എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എനർജി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. താപ ആഗിരണ പ്രവർത്തനം എന്ന് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് നൽകുന്ന പേരാണെന്ത്? എൻഡോതെർമിക് പ്രോസസ്സ്. താപ ആഗിരണ പ്രവർത്തനം, എൻഡോതെർമിക് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? താപ മോചക പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ എന്തായിരിക്കും? എക്സോതെർമിക് പ്രോസസ്സ്. എന്താ പറയുക? എക്സോതെർമിക് പ്രോസസ്സ്. അപ്പം എക്സോതെർമിക് റിയാക്ഷൻസ് ആണ് അല്ലെങ്കിൽ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യും. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനിയോ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ്? എൻഡോതെർമിക് പ്രോസസ്സിലാണ്. അവിടെയോ? അവിടെ എനർജി അബ്സോർബ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ താപ ആകിരണം അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് അവിടെ. റെഡിയാണോ? അപ്പം ഇനി നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ കേസ് പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് ഞാൻ പറയാൻ വിട്ടു. എന്താണ് ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ പേര്? ഈ ഒരു ന്യൂക്ലിയസ് ചാർജ്, പ്ലസ് ചാർജ് ന്യൂക്ലിയസ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ഇവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്താ വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇവർ ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. നിങ്ങൾ +2 ഫിസിക്സ് പഠിക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? F is equal to K into Q1 Q2 by R square, where K is a constant, Q1 is the is the charge of nucleus, and Q2 is a charge of an electron, then R is the distance between them. അതിൻ്റെ സ്ക്വയർ ആണെന്ത്? R square. മനസ്സിലായോ? F is equal to K into Q1 Q2 by R square. It's an equation used to find the electrostatic force of attraction. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു, പിന്നെ ഡെൽറ്റ എച്ച് ഏത് ടൈപ്പാണ്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, എൻഡോതെർമിക് പറഞ്ഞു, എക്സോതെർമിക് പറഞ്ഞു. ദെൻ ഡെൽറ്റ എച്ച് ഐ ഇസ് എ സിമ്പിൾ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജി.
ഓക്കെ, ഇനി നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ, അത് കാണിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? 2 യൂണിറ്റുകൾ നമ്മൾ പൊതുവെ കാണിക്കാറുണ്ട്. ഒന്ന് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. ഏതാണ്? ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ ആറ്റം എന്നുള്ള കോലത്തിലാണടാ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. മറ്റൊന്ന് ഏതാണ്? കിലോ ജൂൾ പെർ മോൾ. നിങ്ങൾ കൂടുതലും എന്താണ് കാണുക? കിലോ ജൂൾ പെർ മോൾ ആയിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസിലൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ ചാൻസ് കൂടുതലുള്ളത്. ദെൻ ഇതിങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റവും കിലോ ജൂൾ പെർ മോളും പഠിച്ചു വെക്കുക. ദെൻ ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള ഒരു കൺവേർഷൻ, അവർ തമ്മിലുള്ള റിലേഷൻ എന്ത്? അതുപോലെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റവും കിലോ ജൂൾ പെർ മോളും തമ്മിലുള്ള റിലേഷൻ എന്ത്? ഓക്കെ, നോക്കിക്കേ. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾ, ഓർ 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾ ആണ്. ഓക്കെ, മറ്റൊന്നെന്താണ്? 1 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. 1 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര കിലോ ജൂൾ പെർ മോളാ? 96 കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അയോണൈസേഷൻ എൻതാൽപ്പി ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത് കിലോ ജൂൾ പെർ മോളിലാണെന്ന് കരുതുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കൺവേർഷൻ ഫാക്ടർ അറിയണ്ടേ? എന്ന് വെച്ചാൽ ഇപ്പം ഇത്ര ഇലക്ട്രോൺ വോൾട്ട് തന്നു കഴിഞ്ഞാൽ അത് എത്ര കിലോ ജൂൾ പെർ മോളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കൺവേർഷൻ ഫാക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ എച്ച് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ കേസിൽ അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജിൻ്റെ കേസിൽ എന്താണ് എന്നുള്ളതും അതൊരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ സക്സസീവ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. ആ എലമെൻറ്റിൽ നിന്നും ഞാൻ അതിന് അയോണൈസേഷൻ എനർജി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്താ പുറത്തു വന്നേ? ഇലക്ട്രോൺ പുറത്തു വന്നു. അപ്പോൾ ഇലക്ട്രോൺ ഇവിടുന്ന് പുറത്തു പോയാൽ ഇയാൾ എന്താവും? പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആവും. ദിസ് സ്പീഷീസ് ഇസ് കോൾഡ് കാറ്റയോൺ. അപ്പോൾ ഇതാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണിക്കും. എന്താണ്? ന്യൂട്രൽ എലമെൻറ്റിൽ നിന്നും 1 ഇലക്ട്രോണിനെ ഞാൻ റിമൂവ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസിനെ കിട്ടി. ദിസ് സ്പീഷീസ് ഇസ് കോൾഡ് കാറ്റയോൺ. നമ്മൾ വിളിച്ചിരുന്നു അല്ലേ? കാറ്റയോൺ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളത് ഇവിടുത്തെ അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ. എനിക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞെന്തായിരുന്നു? ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോൺ ഷെല്ലിലുണ്ട്. ഇവർ തമ്മിൽ എന്തുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രോണിനെ ഇൻഫിനിറ്റിയിലേക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഞാൻ ബ്രേക്ക് ചെയ്യണ്ടേ? അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടേക്ക് എനർജി കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ ആറ്റം എനർജിയെ അബ്സോർബ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ കൊടുക്കുകയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? എനർജി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? അത് എൻഡോതെർമിക് പ്രോസസ്സാണ്. എൻഡോതെർമിക് പ്രോസസ്സ് താപ ആകിരണ പ്രവർത്തനമല്ലേ? ഓക്കെ, ആ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവായിരിക്കും. എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. എന്ന് വെച്ചാൽ അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്? ഇതിലേക്ക് എനർജി കൊടുത്തതാണ്. അപ്പോൾ അതെന്തായിരിക്കും? കൊടുക്കുന്നത് എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ കേസിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇറ്റ്സ് പോസിറ്റീവ്. ഇവിടെയുള്ള പ്രോസസ്സ് ഏതാണ്? എൻഡോതെർമിക് പ്രോസസ്സാണ്. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് നമുക്ക് മറ്റൊരു ഭാഗം പഠിക്കാനുള്ളത് സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജി. സക്സസീവ് അയോണൈസേഷൻ
എനർജി എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എടുത്ത എലിമെൻറ്റ് എക്സ് എന്ന് പറയുന്ന എലിമെൻ്റാണ്. ഞാൻ ഇതിൽ നിന്നും 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവുകയാണ്? റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എക്സ് പ്ലസ് കിട്ടും, 1 ഇലക്ട്രോണും കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ എക്സ് പ്ലസ് എന്ന് പറയുന്ന എലിമെൻറ്റിൽ നിന്ന് ഞാൻ വീണ്ടും 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. എക്സ് പ്ലസ്സിൽ നിന്ന് ഞാൻ വീണ്ടും 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് പുറത്തെടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? നേരത്തെ 1 ഇലക്ട്രോണിലെ പോയത്, അപ്പോൾ ഒരു പ്ലസ് ആയി. ഇനി ഈ പ്ലസ്സിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ പോകുമ്പോൾ എന്തായും? ഇത് X2 പ്ലസ് ആയിട്ട് മാറില്ലേ? ഇനിയോ ഞാൻ വീണ്ടും X2 പ്ലസ്സിൽ നിന്ന് 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താകും? X3 പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ആവില്ലേ? എന്ന് വെച്ചാൽ ഓരോ സമയത്തും എന്ത് ചെയ്യും? ഇലക്ട്രോണെ റിമൂവ് ചെയ്യുമ്പോൾ പ്ലസ് ചാർജിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. റെഡിയല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസിൽ ഇതിൻ്റെ അയോണൈസേഷൻ എനർജിൻ്റെ വാല്യൂ ഞാൻ IE1 കൊടുത്തു. ഇയാളുടെ ഞാൻ IE2 കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഞാൻ IE3 കൊടുത്തു. അപ്പോൾ അത് ഫസ്റ്റ് അയോണൈസേഷൻ എനർജി, സെക്കൻഡ് അയോണൈസേഷൻ എനർജി, തേർഡ് അയോണൈസേഷൻ എനർജി. എന്താ അതിനൊക്കെ മീനിങ്? ഫസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ, ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഫസ്റ്റ് ഇലക്ട്രോൺ എടുക്കാൻ, ആദ്യത്തെ ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ വേണ്ട എനർജി എത്രയാണോ, ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് അയോണൈസേഷൻ എനർജി. ഇനിയപ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എനർജി IE2 എന്താ? ആ ആറ്റത്തിൽ നിന്ന്, അയോണിൽ നിന്ന് രണ്ടാമത്തെ ഇലക്ട്രോണിനെ എടുക്കാൻ വേണ്ട എനർജി എത്രയാണോ, ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് അയോണൈസേഷൻ എനർജി. അതുപോലെ എന്ത് ചെയ്യും? സക്സസീവായിട്ട് തേർഡ്, ഫോർത്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പോവും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സക്സസീവ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്ന ഭാഗം. ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് ഏതിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ? അയോണൈസേഷൻ എനർജി ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. ഏതിൻ്റെ എനർജി വാല്യൂ ആയിരിക്കും കൂടുതൽ? എപ്പോഴാണ് നമ്മൾ എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ? ഓക്കെ, നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കൂ, എക്സ് എന്ന് പറയുന്ന ഈ ആറ്റത്തിൽ നിന്ന് ഞാൻ 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇതാണ് എൻ്റെ ആറ്റം എന്ന് കരുതുക. പ്ലസ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടെന്ന് കരുതിക്കോ. നിങ്ങൾ നോക്ക്, ഇലക്ട്രോൺസിനെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും പ്രോട്ടോൺസ് ഉണ്ടായിരിക്കില്ലേ? അപ്പോഴല്ലേ നമ്മൾ ന്യൂട്രലാവെന്ന് പറയുക. അപ്പോൾ ഈ ന്യൂട്രലായിട്ടുള്ള ആളിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ആൾ പോയി. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്. അപ്പോൾ ഞാൻ കൊടുത്ത എമൗണ്ട്, ഒരു അയോണൈസേഷൻ എനർജി ഞാൻ 1 ഇതിന് കൊടുത്തു. കൺഫ്യൂഷൻ ഉണ്ടോ? അതെന്തായാലും കൊടുക്കണ്ടേ, അതല്ലേ ഫസ്റ്റ് ഇലക്ട്രോൺ പുറത്താൻ പറ്റുള്ളൂ. ഇനി ഞാൻ സെക്കൻഡ് ഇലക്ട്രോൺ ഞാൻ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം എന്താണ് മാറ്റം ഉണ്ടായത്? നേരത്തെ ഇവിടെ സപ്പോസ് ഇപ്പോൾ നമ്മൾ എടുത്തതിൽ 12 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു അല്ലേ? 2ഉം 8ഉം പ്ലസ് 2ഉം 12 ഉണ്ട് അല്ലേ? ആ 12ൽ നിന്ന് ഞാൻ ഫസ്റ്റ് ഇലക്ട്രോണിനെ പുറത്താക്കി. അപ്പം എന്ത് ചെയ്തു? 1 ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി. ഇപ്പം എത്ര ഇലക്ട്രോൺസ് ഇവിടെ ഉള്ളൂ? ഇവിടെ ഇപ്പോൾ 11 ഇലക്ട്രോൺസേ ഉള്ളൂ. പക്ഷേ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 12 തന്നെയുണ്ട്. അതിൻ്റെ എണ്ണം മാറിയോ? ഇല്ല. അപ്പോൾ ആ പ്രോട്ടോണിൻ്റെ എണ്ണം മാറിയിട്ടില്ല, ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്ക്, നേരത്തെ ഓരോ ഇലക്ട്രോണിലേക്കും ഉണ്ടായിരുന്ന അട്രാക്ഷൻ എത്രയാണോ അതേ അട്രാക്ഷനാണോ ഇപ്പം ഉണ്ടാവുക? ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കാരണം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു ഇല്ലേ? ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞില്ലേ? അതേപോലെ ഇനി ഞാൻ സെക്കൻഡ് ഇലക്ട്രോണിനെ പുറത്തെടുത്തു. എന്ത് കൊടുത്തിട്ട്? അയോണൈസേഷൻ എനർജി 2. സെക്കൻഡ് അയോണൈസേഷൻ എനർജി കൊടുത്തിട്ട് രണ്ടാമത്തെ ആളെ ഞാൻ പുറത്തെടുത്തു. രണ്ടാമത്തെ ആളെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? വീണ്ടും ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞില്ലേ? ഇവിടെ പോസിറ്റീവ് ചാർജ് മാറിയോ? പ്രോട്ടോൺ എണ്ണം മാറിയോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? നേരത്തെ ഉള്ളതിനേക്കാളും ഒന്നുകൂടെ എന്ത് ചെയ്യും? അട്രാക്ഷൻ കൂടും. അപ്പോൾ നമ്മൾ ഓരോ ഇലക്ട്രോൺ എടുക്കുന്ന തോറും എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് കൂടിക്കൂടി വരും. ഓരോ ഇലക്ട്രോണിൻ്റെ മുകളിലേക്കുള്ള അട്രാക്ഷൻ, അതിൻ്റെ പുള്ള് എന്ത് ചെയ്യും? നല്ലപോലെ കൂടിക്കൂടി വരും. കാരണം ആളുകളുടെ എണ്ണം കുറവല്ലേ?
ഓക്കെ, അപ്പം അത് കാരണത്താൽ നമുക്ക് വീണ്ടും 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കൊടുത്ത അതേ എനർജി മതിയാവില്ല. ഓക്കെ, നേരത്തെ ഫസ്റ്റ് ഇലക്ട്രോൺ എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത എനർജി 10 ജൂൾ ആണെന്ന് കരുതുക. എന്നാൽ അതേ 10 ജൂൾ കൊണ്ട് ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് നെക്സ്റ്റ് കേസ് കിട്ടുമോ? ഇല്ല. കാരണം നേരത്തുള്ളതിനേക്കാളും ഒന്നുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അട്രാക്ഷൻ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ 10നേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു 50 ജൂൾ കൊടുത്തപ്പം എനിക്ക് രണ്ടാമത്തെ ആളും കിട്ടിയും കരുതിക്കോ. ഇനി മൂന്നാമത്തെ ആളെടുക്കാൻ വരുന്ന സമയത്തോ 50 മതിയാവോ? മതിയാവില്ല. കാരണം എന്താണ്? ഇവിടെ ഒന്നുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂക്ലിയർ ചാർജ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിൻ്റെ മുകളിലേക്കുള്ള അട്രാക്ഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 50 കൊടുത്താൽ പോരാ, ആ 150 കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 150 കൊടുത്തു. ഇനിയോ നാലാമത്തെ എടുക്കണമെന്നുണ്ടെങ്കിലോ ആ 150 മതിയാവോ? ഇല്ല, അതിനേക്കാളും തോനെ വേണ്ടി വരും. കാരണം ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സക്സസീവ് അയോണൈസേഷൻ എനർജിയുടെ ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ എഴുതിയ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തേർഡ് അയോണൈസേഷൻ എനർജി ഈസ് ദ മാക്സിമം ദാൻ സെക്കൻഡ് അയോണൈസേഷൻ എനർജി. ഓക്കെ, ഇതിനേക്കാളും ചെറുതായിരിക്കിയത് ഫസ്റ്റ് അയോണൈസേഷൻ എനർജി. ഫസ്റ്റ് അയോണൈസേഷൻ എനർജി റെഡിയല്ലേ? ഓക്കെ, പ്രത്യേകം ഓർത്ത് വയ്ക്കുക. മനസ്സിലായോ? After removing the first electron, the nuclear charge or nuclear pull on each electron increases, and hence it becomes more difficult to remove the electron from the atom. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് കാരണം എന്തുകൊണ്ട് തേർഡ് അയോണൈസേഷൻ എനർജി മാക്സിമം ആയി എന്നുള്ളതും എന്തുകൊണ്ട് ഫസ്റ്റ് അയോണൈസേഷൻ എനർജി മിനിമം ആയി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനുള്ള റീസൺ ഇതാണ്. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയോണൈസേഷൻ എൻതാൽപ്പി, അതല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓൺ വിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ്. അയോണൈസേഷൻ എൻതാൽപ്പി ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ ഏതിനൊക്കെയാണ് ആശ്രയിക്കുന്നത്? ഓക്കെ, നമ്മൾ 4 എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആറ്റോമിക് സൈസാണ്, മറ്റൊന്ന് ന്യൂക്ലിയർ ചാർജ്, ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പിന്നെ 4ാമത്തത് പെനട്രേഷൻ ആൻഡ് ഷീൽഡിംഗ് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഇതാണ്. ഫസ്റ്റ് വൺ നോക്കാം, ആറ്റോമിക് സൈസ്. സൈസ് കൂടുമ്പോൾ കുറയുമ്പോൾ എങ്ങനെയാണ് അയോണൈസേഷൻ എൻതാൽപ്പിയിൽ വ്യത്യാസം ഉണ്ടാവുന്നത്? നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം അല്ലേ? ഞാൻ ഒരു ആറ്റം കൺസിഡർ ചെയ്യുന്നു, ഇവൻ കുഞ്ഞു ആറ്റമാണ്. ഇനി ഞാൻ മറ്റൊരു ആറ്റം കൺസിഡർ ചെയ്യുന്നു, ഇവൻ വലിയ ഒരു ആറ്റമാണ്. ഓക്കെ, ഇതിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇനിയോ നമ്മൾ ആരെ നോക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പിയാ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോണിനെ എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ചെറിയ ആറ്റമാണ്. ആറ്റം ചെറുതാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതെന്തായിരിക്കും? അത് നല്ലോണം ഹൈ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിൽക്കുന്ന ഇലക്ട്രോണിനെ പിടിച്ച് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കൂടുതൽ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ കൂടുതൽ എനർജി ഞാൻ കൊടുക്കണ്ടേ? ഇനി ഈ വലിയ ആറ്റത്തിന് നിങ്ങൾ നോക്കൂ, ഈ വലിയ ആറ്റത്തിൽ ഈ ന്യൂക്ലിയസുമായിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലല്ലേ? ഇവിടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഡിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഇവിടേക്ക് ദൂരം കൂടുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റ് കുറഞ്ഞ് വരും. ഇവിടെയുള്ള അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെ ഉണ്ടാവില്ല? സൈസ് കൂടിയ ആറ്റത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണ്ട? ഇത്ര എമൗണ്ട്, ഞാൻ ഇവിടെ കൊടുത്ത എമൗണ്ട് ഓഫ് എനർജി എത്രയാണോ അത്രത്തോളം എവിടെ വേണ്ടി വരില്ല? വലിയ ആറ്റത്തിൽ വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അയോണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറയുന്നത് വിപരീതാനുപാതത്തിലാണ്. ആർക്ക്? സൈസിന്, വലിപ്പത്തിന്. ഓക്കെ, സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയും അല്ലേ? ഓക്കെ, സൈസ് കുറയുമ്പോഴോ അയോണൈസേഷൻ എനർജി കൂടും.
അതാണ് പറഞ്ഞത്, ചെറിയ ആൾക്ക് ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണം, വലിയ ആൾക്കോ അത്ര എമൗണ്ട് ഓഫ് എനർജി വേണ്ട, കുറച്ചത് മതി. അത് നമ്മളെങ്ങനെ ചെയ്തത്, ഇതുപോലെ കാണിച്ചത്, റിലേഷൻ ആക്കി കാണിച്ചത്. റെഡി അല്ലേ? ദെൻ സെക്കൻഡ് കേസ് എന്താണ്? ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് അയോണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസെറ്റ്. ഇസെറ്റ് എന്താ? ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, നേരനുപാതത്തിലാണ് ആര്? അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ആറ്റംസിനെ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ഒരാൾക്ക് കുറച്ച് ന്യൂക്ലിയർ ചാർജേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടോൺസേ ഉള്ളൂ. മറ്റൊരാളുണ്ട്, അയാൾക്ക് ഒരുപാട് പോസിറ്റീവ് ചാർജ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടോൺസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ നമ്മൾ നോക്കേണ്ടത്? ആർക്കാണോ കൂടുതൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ ഉള്ളത്, അയാൾക്ക് എന്ത് കൂടും? ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ നല്ലപോലെ കൂടും. അപ്പോൾ ആ അട്രാക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്ത് കൂടും? അയോണൈസേഷൻ എനർജി കൂടും. റെഡിയാണോ? ഓക്കെ, ഇനിയുള്ളത് എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ കേസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് കേസ് നമ്മൾ എന്ത് ചെയ്യും? എടുത്തു പറയും. ഒന്ന് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉണ്ടല്ലേ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. അതുപോലെ മറ്റൊന്ന് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ്. ഒന്ന് ഹാഫ് ഫിൽഡും മറ്റൊന്ന് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനും. ഈ രണ്ട് കേസ് വരുമ്പോൾ അവിടെ എക്സെപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അയോണൈസേഷൻ എനർജി ഇൻക്രീസസ് വെൻ എലിമെൻറ്റ് ഹാവിങ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അയോണൈസേഷൻ എന്തായാലും എന്ത് ചെയ്യും? കൂടും. അന്നേരം നമുക്ക് ഈ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും എന്ത് ചെയ്യും? ഫെയിൽ ചെയ്യും. നമ്മൾ എന്തേ നോക്കുള്ളൂ? ഇവർ ഹാഫ് ഫിൽഡ് ആണോ ഫുൾ ഫിൽഡ് ആണോ എന്ന് നോക്കുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല, പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യുക. ഒന്ന് P3, നമുക്കറിയാം പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ അല്ലേ? ദെൻ P3 ഉണ്ട്. ഇനിയോ? ഇനി P3 കഴിഞ്ഞാൽ പിന്നുള്ളത് D5 ആണ്. D5, ഡിയിൽ 10 കൊള്ളും നമുക്കറിയില്ലേ? അപ്പോൾ പകുതി എത്രയാ? D5. ദെൻ F14 F7 ആണ്. എഫിൽ മാക്സിമം 14 ആണ്, നമ്മൾ ഹാഫിൽ പറയുമ്പം 7 ആണ്. ഇതുവരെ നമുക്ക് വല്ലാതെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പറയാനുണ്ടാവില്ല. ഏതാണ് ഉണ്ടാവുക? പിൻ്റെ കേസും ഡിൻ്റെ കേസുമാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഫുൾ ഫിൽഡ് ആവുന്ന കേസോ? P6 D10 F14. അപ്പോൾ ഇതൊക്കെ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ്. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അന്നേരം ആറ്റത്തിൻ്റെ സൈസോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജോ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഏത് നോക്കുള്ളൂ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നോക്കുക. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മുമ്പ് ഡി ഓർബിറ്റൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിൽ നമ്മൾ ഡി ഓർബിറ്റൽ വരച്ച സമയത്ത് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് 5 ഓർബിറ്റൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് DXY, DYZ, DXZ, DX² - Y² DZ² എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് പി ഓർബിറ്റലിൻ്റെ കേസിലും എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ വരയ്ക്കാൻ പറ്റും. പക്ഷെ അത് 3 ഓർബിറ്റലേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഏതൊക്കെയാണുള്ളത്? PX, PY, PZ. ഇങ്ങനെ 3 ഓർബിറ്റൽസാണ് നമുക്ക് ഏതിലുള്ളത്? പി സബ്ഷെല്ലിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനിതിൽ ഹാഫ് ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 ഇലക്ട്രോൺ ഇവിടെ വരിക, 1 ഇവിടെ, 1 ഇവിടെ. ദിസ് ഇസ് ഹാഫ് ഫിൽഡ് കേസ് ഓഫ് പി ഓർബിറ്റൽ. ഓക്കെ, ഇനിയോ ഡിയിലാണെങ്കിലോ 5 എണ്ണം വരണം അല്ലേ? ഇതല്ലേ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കേസ്. ഓക്കെ, ഇനി ഫുൾ ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാലോ? ഇവിടെ 6 ആവുക, ഇവിടെ 10 ആവുക. കുഴപ്പമുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ ഇത്ര ഓർത്ത് വയ്ക്കുക. പി ഓർബിറ്റലിൽ നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് കാണിക്കുമ്പോൾ ഇതുപോലെ വരച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ കാണിക്കുക. നമുക്കറിയാം പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് കൊള്ളത്തില്ലേ? നിങ്ങൾ നോക്ക് 1 2 3 4 5 6. കാരണം നമ്മൾ പേരക്കിൽ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ
ഡി ഓർബിറ്റലിൽ 10 ഇലക്ട്രോൺസുകളും അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസാണ് ഫില്ല് ചെയ്യപ്പെടുക. നിങ്ങൾ നോക്ക് 1 2 3 4 5. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിലും 1 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പെയർ ചെയ്യും. ആ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 10 ഇലക്ട്രോൺസ് കിട്ടില്ലേ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ നിലവിൽ ഞാൻ കാണിച്ചത് എന്താണ്, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ് കാണിച്ചത്. ആരുടെ കേസിൽ, പിയും ഡിയും. ഓക്കെ, ഇപ്പോൾ പി സബ്ഷെല്ലിൽ 3 എണ്ണം, ഡിയിലോ 5 എണ്ണം. റെഡിയായോ? ഇനി ഇതിൻ്റെ ഫുൾ ഫിൽഡ് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, പിയിൽ ഫുൾ ഫിൽഡ് ആവുന്ന സമയത്ത് 1 2 3 4 5 6 അല്ലേ. ഡിയിലാണെങ്കിലോ 1 2 3 4 5 6 7 8 9 10. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, നിങ്ങൾ നോക്ക്. ഇപ്പോൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുവാണ്, 2p2 2p3 2p4. ഇതിൽ ഏത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ആളിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരിക എന്ന് ചോദിച്ചാൽ ഏതാ എൻ്റെ ആൻസർ? ഇറ്റ്സ് ഒബ്വിയസ്ലി എന്തായിരിക്കും, ഇത് 2p3 ആയിരിക്കും. കാരണം ഇതെന്താണ്, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. 2p4 ഹാഫ് ഫിൽഡ് ആണോ? 2p2 ഹാഫ് ഫിൽഡ് ആണോ? അല്ല, 2p3 ആണ്. മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ D2 D3 D5 ഇതിലേതാ മാക്സിമം ഉണ്ടാവുക? D5-നാണല്ലേ. നമുക്കറിയാവുന്നതാണ് ഇവിടെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ അയോണൈസേഷൻ എനർജി എന്തായിരിക്കും? എക്സെപ്ഷനലി ഹൈ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള കേസ് വരുമ്പോൾ, അത് ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആയിട്ടുള്ള കേസ് വരുമ്പോൾ അയോണൈസേഷൻ എനർജി എന്തായിരിക്കും? എക്സെപ്ഷനലി ഹൈ, നല്ല പോലെ കൂടുതലായിരിക്കും. എക്സെപ്ഷനലി ഹൈ ആയിരിക്കും. മനസ്സിലായോ? പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സൈസിൻ്റെ കേസും ന്യൂക്ലിയർ ചാർജിൻ്റെ കേസും അവിടെ ഫെയിൽ ആകും. നമ്മൾ അന്നേരം എന്തേ നോക്കത്തുള്ളൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് ചെക്ക് ചെയ്യുക. ഇത് നമുക്കുള്ളത് എന്താണ്? പെനട്രേഷൻ ആൻഡ് ഷീൽഡിങ് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 2 ആയി കഴിഞ്ഞാലും നമുക്കൊരു ഓർഡർ അറിയാം അല്ലേ. എസ് ആണ് ഏറ്റവും കൂടുതൽ പെനട്രേഷൻ കാണിക്കുക അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് കാണിക്കുന്നത്. ദെൻ പി, ദെൻ ഡി, ദെൻ എഫ്. ഇതല്ലേ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് എസ്സിലുള്ള ഇലക്ട്രോൺസിനെ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ അയോണൈസേഷൻ എനർജി കൊടുക്കേണ്ടി വരും. ആരെക്കാൾ? പിയേക്കാൾ. പിയിലുള്ളതിലെടുക്കണമെങ്കിലോ ഡീനേക്കാളും കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇവിടെ ഇവന്മാരെന്താണ്, ന്യൂക്ലിയസുമായിട്ട് നല്ലപോലെ അട്രാക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് എസ്, അതിനേക്കാൾ കുറച്ച് അപ്പുറത്താണ് പി ഉള്ളത്. പിന്നെയും അതിനുശേഷമാണ് ഡിയും എഫ് ഒക്കെ എടുക്കുന്നത്. എഫ് ഒക്കെ വളരെ ദൂരത്തല്ലേ അല്ലേ. ഓക്കെ, അപ്പോൾ പെനട്രേഷൻ ഇഫക്റ്റ് അതല്ലെങ്കിൽ ഷീൽഡിങ് ഇഫക്റ്റിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അയോണൈസേഷൻ എൻതാൽപ്പിയെ പറയാം. പെനട്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് കൂടുതൽ കാണിക്കുന്ന ആൾക്ക് എന്തായിരിക്കും, അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സബ്ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം കൂടുതൽ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓൺ വിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് എന്ന മുകളിലാണ് അയോണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 4-5 ഫാക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, 4 ഫാക്ടേഴ്സ് നിങ്ങൾ പറയുക. റെഡിയാണോ? ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ.